കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ വിവാദ വഖഫ് ബില്ലിനെ പിന്തുണച്ച CBCIയെ രൂക്ഷമായി വിമർശിച്ച് ക്രൈസ്തവ വിഭാഗത്തിലെ പ്രമുഖർ രംഗത്തെത്തുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CBCIക്ക് കത്തയച്ചു. പരിഷ്കരണം എന്ന പേരിലുള്ള മോദി സർക്കാരിൻ്റെ കടന്നുകയറ്റത്തെ അതീവ ജാഗ്രതയോടെ വീക്ഷിക്കണമെന്നും ക്രൈസ്തവ വിഭാഗത്തിലെ പ്രമുഖർ പറയുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി സ്വാതി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ്. സ്വാതി, അതായത് നേരത്തെ തന്നെ ഉത്തരേന്ത്യയിലെ കത്തോലിക്ക സമൂഹത്തിൻ്റെ പ്രതിഫലനം ഇന്ത്യൻ കറൻസിയിലൂടെ എത്തിയതാണ്. ഒപ്പം ദീപികയിലൂടെ ഇവിടുത്തെ അഭിപ്രായങ്ങൾ എത്തിയതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് മാറി ചിന്തിക്കുന്ന ചിലർക്കെതിരായി പ്രമുഖർ രംഗത്തുനിന്ന്. ആരൊക്കെയാണ് CBCIക്കെതിരെ കത്തയച്ചിരിക്കുന്നത്? ബിഷപ്പ് കൗൺസിൽ ജിംഷാദ്, ഈ CBCIക്ക് അയച്ചിരിക്കുന്ന കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തനവുമായിട്ടുള്ള സൂസൻ എബ്രഹാം തുടങ്ങി 15ഓളം പേരാണ് ഇപ്പോൾ CBCIയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് കത്തയച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ വിവാദ വഖഫ് ബില്ലിനെ പിന്തുണച്ച നിലപാട് ഒരിക്കലും ശരിയല്ല എന്ന രൂക്ഷമായ വിമർശനമാണ് കത്തിലടങ്ങിയിട്ടുള്ളത്. പരിഷ്കരണം എന്ന പേരിലുള്ള കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റം അതീവ ജാഗ്രതയോടെ വീക്ഷിക്കണമായിരുന്നു എന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം വഖഫ് ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ട CBCI നിലപാടിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തുന്നു എന്നാണ് കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അതോടൊപ്പം രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൽ നിന്നും ന്യൂനപക്ഷങ്ങൾ കടുത്ത സമ്മർദ്ദവും ആക്രമണവും നേരിടുന്ന സമയത്താണ് ഇത്തരത്തിൽ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒരുമിച്ച് ഐക്യത്തോടെ നിൽക്കേണ്ടത് ആവശ്യമാണെന്നും പുതിയ വഖഫ് ഭേദഗതി നിയമമായി കഴിഞ്ഞു. ഇത് ഗൗരവകരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. വഖഫ് സ്വത്തുക്കളുടെ ഭരണം സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇത് മറ്റ് ന്യൂനപക്ഷങ്ങളിലേക്ക്, ഇത് തുടക്കം മാത്രമാണ്, ന്യൂനപക്ഷത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. അത് മറ്റ് ക്രിസ്ത്യാനികളടക്കമുള്ള മറ്റ് ന്യൂനപക്ഷങ്ങളിലേക്ക് കടന്നെത്തും എന്നുള്ള ഒരു താക്കീത് കൂടി ഈ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന മുനമ്പം വിഷയം കൂടി ഈ കത്തിൽ അവർ ഉള്ളടക്കമായി പറയുന്നു. കേരളത്തിലെ കത്തോലിക്ക വിഭാഗം മുനമ്പത്ത് 400-600 കുടുംബങ്ങൾ കുടിയിറക്കുന്നത് ഭീഷണി നേരിടുന്നതിന്റെ പേരിൽ ഒരു ദേശീയ നിയമനിർമ്മാണത്തെ പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നു. മുനമ്പം വെറും ഒരു പ്രാദേശിക വിഷയമാണ്. അതിനെ നിയമവഴികളിലൂടെയും ചർച്ചയിലൂടെയും കൂടിയാലോചനകളിലൂടെയുമാണ് തീർക്കേണ്ടിയിരുന്നത്. എന്നാൽ മുനമ്പം വിഷയത്തെ വലിയ ദേശീയ പ്രാധാന്യമുള്ള ഒരു ന്യൂനപക്ഷത്തിന്റെ വിഷയവുമായി കൂട്ടിക്കലർത്തിക്കൊണ്ട് ദേശീയ പ്രാധാന്യമുള്ള ന്യൂനപക്ഷത്തിന്റെ വിഷയത്തെ പ്രാദേശിക വിഷയം ചൂണ്ടിക്കാട്ടി പിന്തുണയ്ക്കുന്നത് ശരിയല്ലെന്നും പരിഷ്കരണത്തിന്റെ പേര് പറഞ്ഞ് വേഷം മാറിയെത്തിയ നിയമം CBCI കത്തിലൂടെ അപകടത്തിലാക്കുകയാണ് ചെയ്തതെന്നും ഉള്ള വിമർശനമാണ് കത്തിലടങ്ങിയിട്ടുള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ രാജ്യത്തെമ്പാടും ക്രിസ്ത്യൻ വിഭാഗങ്ങളും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും അടക്കം വലിയ തരത്തിൽ ആക്രമണം നേരിടുന്നുണ്ട് എന്നും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്ന സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് CBCI ചെയ്യേണ്ടിയിരുന്നത്. മാത്രമല്ല, ഇത്തരം പ്രസ്താവനകൾ ഇറക്കും മുമ്പ് തന്നെ ആഴത്തിലുള്ള ഒരു പരിശോധന നടത്തണമായിരുന്നുവെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിരവധി പേരാണ് ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ അഭിഭാഷകനും മനുഷ്യാവകാശ പ്രവർത്തകനുമായിട്ടുള്ള സൂസൻ എബ്രഹാം, അതുപോലെ തന്നെ അസം ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർപേഴ്സൺ അലൻ ബ്രൂക്സ്, ദേശീയ അഖണ്ഡതാ കൗൺസിൽ മുന്നംഗം ജോൺ ദയാൽ, അക്കാഡമിക് വിദഗ്ധൻ ആക്ടിവിസ്റ്റുമായുള്ള ബിനല്ലെ, അങ്ങനെ തുടങ്ങി നിരവധി പേരാണ് ഇത്തരത്തിൽ രൂക്ഷമായൊരു വിമർശനം CBCIയുടെ നിലപാടിനെതിരെ എടുത്തിട്ടുള്ളത്. രാജ്യത്തെമ്പാടും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് CBCIക്കെതിരെ ക്രൈസ്തവ വിഭാഗത്തിലെ ഒരു പ്രമുഖർ തന്നെ ഇത്തരത്തിൽ കത്തിന്റെ രൂപത്തിൽ ഒരു രൂക്ഷമായ വിമർശനം നടത്തിയിട്ടുള്ളത്. അജിംഷാ, തീർച്ചയായും CBCI കത്തോലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിലപാടുകൾക്കെതിരെ, മോദി സർക്കാരിനെ സഹായിക്കുന്ന ചില നിലപാടുകൾക്കെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ പ്രമുഖർ രംഗത്തെത്തുകയാണ്, കത്തയക്കുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് സ്വാതി നൽകിയത്.